തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ ഹയർ നടക്കുന്ന 4 കമ്പനീസിൻ്റെ 4 വേക്കൻസിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ആദ്യത്തെ വേക്കൻസി എന്ന് പറയുന്നത് ടെലി സെയിൽസ് എക്സിക്യൂട്ടീവ് ആണ്. ഇത് ആർക്കെല്ലാം അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ എക്സ്പീരിയൻസ് 0 to 1 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് വേണമെന്നാണ് പറയുന്നത്. അതായത് ഫ്രഷ് ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വേക്കൻസിയാണ്. മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ക്യാൻ അപ്ലൈ. പിന്നെ മലയാളം ഫ്ലുവൻ്റ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട് ഇവിടെ. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും സബ്ജക്റ്റിൽ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന ആളാണെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വേക്കൻസിയാണ്. രണ്ടാമത്തെ വേക്കൻസി എന്ന് പറയുന്നത് കണ്ടന്റ് റൈറ്ററാണ്. ഇത് ആർക്കെല്ലാം അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, അതായത് BA ഇംഗ്ലീഷ്, BA ലിറ്ററേച്ചർ, BA കമ്മ്യൂണിക്കേഷൻ, BA ജേർണലിസം, ഇങ്ങനെയുള്ള BA ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്നവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വേക്കൻസിയാണ്. എക്സ്പീരിയൻസ് പറയുന്നുണ്ട് 0 to 1 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ആണ്. സോ നിങ്ങൾ ഫ്രഷ് ആണെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വേക്കൻസിയാണ്. അപ്ലൈ ചെയ്യുമ്പോൾ സബ്ജക്റ്റ് ലൈനിൽ അപ്ലിക്കേഷൻ ഫോർ കണ്ടന്റ് റൈറ്റർ എന്ന് മെൻഷൻ ചെയ്യാൻ നോക്കാം. മൂന്നാമത്തെ വേക്കൻസി എന്ന് പറയുന്നത് ടെലികോളർ ഇംഗ്ലീഷ് ആണ്. ഇവിടെ എക്സ്പീരിയൻസ് പറയുന്നുണ്ട് 2 to 4 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് വേണമെന്ന് പറയുന്നുണ്ട്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ മെൻഷൻ ചെയ്തിട്ടില്ല. നിങ്ങൾ ഏതെങ്കിലും സബ്ജക്റ്റിൽ ഡിഗ്രി കംപ്ലീറ്റ് നിൽക്കുന്നതാണെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വേക്കൻസിയാണ്. ഇനി അടുത്ത വേക്കൻസി സെയിൽസ് സ്പെഷ്യലിസ്റ്റ് ആണ്. ഇത് മെയിൽ കാൻഡിഡേറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വേക്കൻസിയാണ്. ഇവിടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഏതെങ്കിലും സബ്ജക്റ്റിൽ ഗ്രാജുവേഷൻ ഡിഗ്രി എന്നാണ് പറയുന്നത്. പിന്നെ 1 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസും പറയുന്നുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞ 4 വേക്കൻസീസും എങ്ങനെയാണ് അപ്ലൈ ചെയ്തതെന്ന് പറഞ്ഞുതരാം. ആദ്യം വീഡിയോയിലോട്ട് പോകാം. ആദ്യത്തെ വേക്കൻസിയാണ് ടെലി സെയിൽസ് എക്സിക്യൂട്ടീവ്. ഇവിടെ റെസ്പോൺസിബിലിറ്റീസ് പറയുന്നുണ്ട്. ടോട്ടലി 6 പോയിൻറ്റ്സ് ആണ് പറയുന്നത്. മേക്ക് ഔട്ട് ബൗണ്ട് കോൾസ് ടു പൊട്ടൻഷ്യൽ ആൻഡ് എക്സിസ്റ്റിംഗ് കസ്റ്റമർ, promote products and services in a clear, friendly and professional manner, explain product features, pricing and benefit effectively, handle customer queries and provide accurate information, follow up on leads and maintain customer record, build and maintain strong customer relationship. ഇത്രയാണ് റെസ്പോൺസിബിലിറ്റീസ് പറയുന്നത്. നിങ്ങൾ CV പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് കിട്ടുന്ന കീവേഡ്സ് എക്സ്ട്രാക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ CV പ്രിപ്പയർ ചെയ്യാം. റിക്വയർമെൻറ്റ്സിൽ പറയുന്നുണ്ട് എക്സ്പീരിയൻസ് വേണ്ട, ഫ്രഷേഴ്സ് ആർ ഓൾവേസ് വെൽക്കം എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇമ്മീഡിയറ്റ് ജോയിനർ ആയിരിക്കണം. മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ് ക്യാൻ അപ്ലൈ. മലയാളം ഫ്ലുവൻ്റ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ വർക്ക് ഫ്രം ഓഫീസാണത്. സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ജോബിലോട്ട് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ ഇവിടെ വന്നിട്ട് ടോട്ടലി വായിച്ച് നോക്കുക. ഇവിടുന്ന് കിട്ടാവുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീവേഡ്സ് നിങ്ങൾ എക്സ്ട്രാക്ട് ചെയ്യുക. അതിനുശേഷം CV ഉണ്ടാക്കുക. ആ ഒരു CV നിങ്ങൾ ഈ ഒരു ഇമെയിൽ ഡയറക്റ്റ്ലി അപ്ലൈ പറ്റുന്നതായിരിക്കും. അടുത്ത വേക്കൻസിയാണ് കണ്ടന്റ് റൈറ്റർ. ഇവിടെ റെസ്പോൺസിബിലിറ്റീസ് കൊടുത്തിട്ടുണ്ട്. ഡെവലപ്പ് ക്ലിയർ, എൻഗേജിങ് ആൻഡ് വെൽ സ്ട്രക്ചേർഡ് റിട്ടൺ കണ്ടന്റ് ടൈലർഡ് ടു diverse audience and business needs, ensure all content aligns with the organizational standard, conduct thorough research to ensure accuracy and relevance, edit and proofread content to maintain high quality, clarity and consistency across various material, adapt content for different format, incorporate feedback from reviewers and stakeholders, stay updated with the industry trends and best practices. ഇത്രയാണ് കീ റെസ്പോൺസിബിലിറ്റീസ് കൊടുത്തിട്ടുള്ളത്. സോ നിങ്ങൾ CV പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് കിട്ടാവുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീവേഡ്സ് എക്സ്ട്രാക്ട് ചെയ്യാൻ നോക്കുക ആദ്യം. പിന്നെ പ്രിഫേർഡ് സ്കിൽസ് പറയുന്നുണ്ട്. ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, എക്സലന്റ് റിട്ടൺ ആൻഡ് വെർബൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇൻ ഇംഗ്ലീഷ്, സ്ട്രോങ് അറ്റൻഷൻ ടു ഡീറ്റെയിൽ, proficient in computer skill, preference for candidates with a background in case captioning and audio description with an understanding of accessibility and content clarity. സോ നിങ്ങൾക്ക് ഈ ഒരു ജോബിലോട്ട് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ ഇവിടെ വന്നൊരു CV പ്രിപ്പയർ ചെയ്യുക. ആ ഒരു CV നിങ്ങൾ ഈ ഒരു ഇമെയിൽ ഡയറക്റ്റ്ലി അപ്ലൈ പറ്റുന്നതായിരിക്കും. അടുത്ത വേക്കൻസിയാണ് ടെലികോളർ. ഇവിടെ ജോബ് റെസ്പോൺസിബിലിറ്റീസ് കൊടുത്തിട്ടുണ്ട്. ഹാൻഡിൽ ഇൻബൗണ്ട് ആൻഡ് ഔട്ട്ബൗണ്ട് കോൾസ് ഇൻ എ പ്രൊഫഷണൽ മാനർ, communicate effectively with Indian and international client, understand customer requirements and provide accurate information, maintain call records and follow up details using computer system, ensure high level of customer satisfaction. അതുമാത്രമല്ല ഇവിടെ 2 to 4 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. ഇവിടെ പ്രിഫേർഡ് സ്കിൽസിൽ പറയുന്നുണ്ട്. ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇസ് മാൻഡേറ്ററി പറയുന്നുണ്ട്. പിന്നെ ബേസിക് ആയിട്ടുള്ള കമ്പ്യൂട്ടർ നോളജ് അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഇൻ്റർപേഴ്സണൽ സ്കിൽ, ഇൻ്റർനാഷണൽ കോൾ പ്രോസസ്സിൽ ഹാൻഡിൽ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. പ്രൊഫഷണൽ ആറ്റിറ്റ്യൂഡ് വിത്ത് കസ്റ്റമർ ഓറിയൻറ്റഡ് മൈൻഡ് സെറ്റ്. ഇത്രയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള സ്കിൽസും കാര്യങ്ങളും. നിങ്ങൾക്ക് ഈ ഒരു ജോബിലോട്ട് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ ഇവിടെ ഒന്ന് CV പ്രിപ്പയർ ചെയ്യുക. CV പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് കിട്ടാവുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ട് കീവേഡ്സ് എക്സ്ട്രാക്ട് ചെയ്തിട്ട് CVയിൽ ആഡ് ചെയ്യാൻ നോക്കുക. ആ ഒരു CV നിങ്ങൾ ഡയറക്റ്റ്ലി ഈ ഒരു ഇമെയിൽ ഡയറക്റ്റ്ലി അപ്ലൈ പറ്റുന്നതായിരിക്കും. ഇനി അടുത്ത വേക്കൻസിയാണ് സെയിൽസ് സ്പെഷ്യലിസ്റ്റ്. ഇതൊരു മെയിൽ കാൻഡിഡേറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വേക്കൻസിയാണ്. ഇവിടെ കീ റെസ്പോൺസിബിലിറ്റീസ് കൊടുത്തിട്ടുണ്ട്. ടോട്ടലി 6 പോയിൻറ്റ്സ് ആണ് പറയുന്നത്. ഐഡൻറ്റിഫൈ, ക്വാളിഫൈ ആൻഡ് കൺവേർട്ട് ഹൈ വാല്യൂ ലീഡ്സ് ഇൻ ടു ലോങ് ടേം ക്ലയൻസ് അക്രോസ് ടാർഗറ്റഡ് ഇൻഡസ്ട്രീസ്, മാനേജ് ദ കംപ്ലീറ്റ് സെയിൽസ് പ്രോസസ്, build and maintain strong sales pipeline through CRM tool,
deliver impactful product presentation, conduct market research and competitive analysis, collaborate with internal team to ensure smooth client onboarding. ഇത്രയാണ് കീ റെസ്പോൺസിബിലിറ്റീസ് പറയുന്നത്. പ്രിഫേർഡ് സ്കിൽസ് പറയുന്നുണ്ട് ബാച്ചിലേഴ്സ് ഡിഗ്രി, പിന്നെ 1 years ഓഫ് എക്സ്പീരിയൻസ് പറയുന്നുണ്ട്, 1 to 2 years ഓഫ് എക്സ്പീരിയൻസ് ഇൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ആൻഡ് കസ്റ്റമർ എൻഗേജ്മെൻറ്റ് പ്ലാറ്റ്ഫോം പ്രിഫേർഡ്, പിന്നെ എക്സലൻറ്റ് കമ്മ്യൂണിക്കേഷൻ, നെഗോസിയേഷൻ ആൻഡ് റിലേഷൻഷിപ്പ് ബിൽഡിംഗ് സ്കിൽ, proactive, high energy and target driven attitude, ability to work independently, manage multiple opportunities simultaneously, willingness to travel frequently with the region. സോ ഇതൊക്കെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള ബേസിക് ആയിട്ടുള്ള പ്രിഫേർഡ് സ്കിൽസും ക്വാളിഫിക്കേഷനും. നിങ്ങൾക്ക് ഒരു ജോബിലോട്ട് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ ഇവിടെ ഒന്ന് സി പ്രിപ്പയർ ചെയ്യുക. ആ ഒരു സി വി ഡയറക്റ്റ്ലി ഈ ഇമെയിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും.